ഒന്നുകൂടി പറയാം. മൂന്ന് രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു കല്ല് വെച്ച്, 3 രീതിയിൽ കല്ല് വെച്ച് അല്ലെ. എ ബി സി. ഒന്ന് കുത്തനെ, ഒന്ന് ചെരിഞ്ഞ ഭാഗം കിടത്തിട്ട്, മറ്റേത് പരന്ന ഭാഗം കിടത്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ആ കുഴിന്റെ അല്ലെ താഴത്തേക്ക് എത്ര കുഴിഞ്ഞിട്ടുണ്ട് നോക്കി. അപ്പൊ മനസ്സിലായി എ എന്നുള്ളത് നല്ലോണം കുഴിഞ്ഞിട്ടുണ്ട്, ബി എന്നുള്ളത് ഒരു മീഡിയം റേഞ്ചിൽ കുഴിഞ്ഞിട്ടുണ്ട്, സി എന്നുള്ളത് അത്ര കുഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ കല്ലും ഈ നിലവും തമ്മിലുള്ള കോണ്ടാക്ടിന്റെ കാര്യം നമ്മൾ നോക്കിയപ്പോ കൂടുതൽ ഏരിയ കോണ്ടാക്ട് ഉള്ള ഏതാ, സിയിലാണ് അല്ലെ. കുറവുള്ളത് ഏതാ, എയിലാണ്. അതിൽ തന്നെ നമുക്ക് കാര്യം ക്ലിയർ ആയി. ഏരിയ കൂടുന്തോറും താഴത്തേക്ക് ഈ കുഴിയുന്നത് കുറയും, അല്ലെങ്കിൽ ഏരിയ കുറയും തോറും താഴത്തേക്ക് കുഴിയുന്നത് കൂടും. അപ്പൊ നമ്മളൊരു പുതിയ ടേം നമ്മൾ പറഞ്ഞു, പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ അതിന്റെ ഏരിയ ഓഫ് കോണ്ടാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രഷറിനെ എന്ത് വിളിക്കുക, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ ഓഫ് കോണ്ടാക്ട്, അതാണ് പ്രഷർ. അതിന് ഇക്വേഷൻ എന്തായിരിക്കും, പി ഈക്വൽ ടു എഫ് ബൈ എ. അതിന് തന്നെ കാര്യം ക്ലിയർ ആണ്. ഏരിയ കൂടുന്തോറും പ്രഷർ കുറയും, ഏരിയ കൂടുന്തോറും പ്രഷർ കുറയും. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോഴ്സിനല്ല പഠിച്ചത്, നമ്മൾ ഫോഴ്സിനല്ല ഇത്രയും കാലം പഠിച്ചത്. ഫോഴ്സിനല്ല നമ്മൾ പറയും, നമ്മൾ ഇതിനെ ഒരു വെറൈറ്റി പേരില്ല, ത്രസ്റ്റ്. എന്താണ് ത്രസ്റ്റ്? പേര് കേട്ട് പേടിക്കണം കേട്ടോ. ഫോഴ്സ് തന്നെയാണ് സംഭവം, പക്ഷെ ഏത് ഫോഴ്സ് അറിയോ, നോർമൽ ഫോഴ്സ്, നേരെ താഴത്തേക്ക് അല്ലെങ്കിൽ മുകളിലോട്ട്. അപ്പൊ ഒന്നെങ്കിൽ കുത്തനെ, കുത്തനെ അല്ല അല്ലെ, ഒന്ന് വളഞ്ഞു കഴിഞ്ഞു. അപ്പൊ 2 രീതിയിൽ, ഒന്നെങ്കിൽ കുത്തനെ താഴോട്ട് അല്ലെങ്കിൽ കുത്തനെ മുകളിലോട്ട്. സൈഡിലേക്കുള്ള ഫോഴ്സ് നമ്മളിപ്പോ തൽക്കാലം പറയുന്നത്, അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ കുത്തനെ താഴത്തേക്കുള്ള അല്ലെങ്കിൽ കുത്തനെ മുകളിലേക്കുള്ള ഫോഴ്സുകൾ നമ്മൾ എന്ത് വിളിക്കുക, ത്രസ്റ്റ് എന്നാണ് വിളിക്കുക കേട്ടോ. എന്താണ് ത്രസ്റ്റ്? സ്പെല്ലിംഗ് ഉണ്ടല്ലോ, ത്രസ്റ്റ് ഉണ്ടോ, ത്രസ്റ്റ്. അപ്പൊ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എന്താണ്, കുത്തനെ താഴത്തേക്കുള്ള അല്ലെങ്കിൽ കുത്തനെ മുകളിലേക്കുള്ള ഫോഴ്സ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സൈഡിലേക്ക് ഇത് എങ്ങനെയൊക്കെ വേണമെങ്കിൽ ഫോഴ്സ് ഉണ്ടായിക്കൂടെ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൂടെ അല്ലെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊന്നും തൽക്കാലം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, കുത്തനെ താഴത്തേക്ക് കുത്തനെ മുകളിലേക്ക്. അപ്പൊ അതിന് നമ്മൾ എന്താ വിളിക്കാറ്, ടോട്ടൽ നോർമൽ ഫോഴ്സ് എന്ന് വിളിക്കുക. നോർമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടോ, 90 ഡിഗ്രി എന്നുള്ള അർത്ഥമാണ് നോർമലിന്. പഠിച്ചു, നിങ്ങൾ മാത്സ് പഠിച്ചണോ? നോർമൽ നിങ്ങൾ പഠിച്ചില്ല, നോർമൽ വരയ്ക്കാന്നൊക്കെ. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി എന്നൊരു അർത്ഥം കൂടി എന്തുണ്ട്, നോർമൽ അല്ലെ പെർപെൻഡിക്കുലർ എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. അപ്പൊ കുത്തനെ താഴത്തേക്കല്ല കുത്തനെ മുകളിലേക്കുള്ള ഫോഴ്സ് നമ്മൾ എന്താ വിളിക്കുക, ത്രസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ ഒരു സർഫസിന് കുത്തനെ മുകളിലോട്ടും താഴത്തേക്കുള്ള ഫോഴ്സിനെ ത്രസ്റ്റ് എന്ന് വിളിക്കും. ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ സർഫസ് ഇസ് ത്രസ്റ്റ്. ആ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ, അതായത് ത്രസ്റ്റ് ബൈ ഏരിയ ആണ് എന്ത്, പ്രഷർ. പഠിച്ചല്ലോ, ഇതേ 2 ടേം പഠിച്ചല്ലോ, ത്രസ്റ്റും പഠിച്ച് പ്രഷറും പഠിച്ചു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ സർഫസ്, അതിനെന്ത് വിളിക്കും, ത്രസ്റ്റ്. സിമ്പിൾ ആയിട്ട് ഒരു സർഫസിനെ, നിങ്ങളെ ഒരു പുസ്തകത്തിന് നേരെ താഴത്തേക്കും നേരെ കുത്തനെ മുകളിലേക്കും ഉള്ള അല്ലെ, അതായത് 90 ഡിഗ്രി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ നമ്മൾ എന്ത് വിളിക്കും, ത്രസ്റ്റ് എന്ന് വിളിക്കും. ഫോഴ്സ് തന്നെ കേട്ടോ, ത്രസ്റ്റ് ആണല്ലോ. അതിനെ പെർ യൂണിറ്റ് ഏരിയ, അതിന്റെ യൂണിറ്റ് ഏരിയ എത്ര ഏരിയ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പ്രഷർ കിട്ടും. അപ്പൊ പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ ആണല്ലോ, കിട്ടി. അപ്പൊ അതിനൊരു യൂണിറ്റ് ഉണ്ടാവണം, സ്വാഭാവികമായിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാവണം അല്ലെ. ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ചാപ്റ്റർ സ്റ്റാർട്ടിങ് പഠിച്ചിട്ടുണ്ട്. ഫോഴ്സിന്റെ യൂണിറ്റ് ആരാ, ഫോഴ്സിന്റെ യൂണിറ്റ് ആരാ, ഒരു സയന്റിസ്റ്റിന്റെ പേരല്ല ഫോഴ്സിന്റെ യൂണിറ്റ്. നിങ്ങൾക്ക് അറിയുന്ന സയന്റിസ്റ്റിനെ ഒക്കെ പറഞ്ഞോത്. അമിത പറഞ്ഞിട്ടുണ്ട്, ന്യൂട്ടൺ അല്ലെ, ന്യൂട്ടൺ എന്നുള്ള സയന്റിസ്റ്റ് അല്ലെ. ഐസക് ന്യൂട്ടൺ എന്നാണ് സയന്റിസ്റ്റിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഫുൾ പേര് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യൂട്ടൺ എന്നുള്ള പേരാണ് എന്താ നമ്മളെ ഫോഴ്സിന്റെ യൂണിറ്റ്, എൻ, ക്യാപിറ്റൽ ലെറ്റർ എൻ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് നമ്മളെ എന്ത് ഫോഴ്സിന്റെ യൂണിറ്റിന്റെ സിമ്പൽ. ന്യൂട്ടൺ, ഐസക് ന്യൂട്ടൺ എന്നുള്ള സയന്റിസ്റ്റിന്റെ പേര്, ന്യൂട്ടൺ എന്നാണ് ഫോഴ്സിന്റെ യൂണിറ്റ് പേര് ആണല്ലോ. അപ്പൊ മോളിൽ എന്ത് വരും, ന്യൂട്ടൺ വരും. ഏരിയന്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മാത്സ് പഠിച്ചിട്ടുണ്ട്. ഏരിയന്റെ യൂണിറ്റ് എന്താ, മീറ്റർ ആണോ, മീറ്റർ ആണോ, ഏരിയ മീറ്റർ സ്ക്വയർ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്, മാത്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോ ടോട്ടൽ എന്തായിരിക്കും യൂണിറ്റ്, ന്യൂട്ടൺ
ബൈ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ അല്ലേ? ഏതാ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയാം കേട്ടോ, അല്ലെ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ആണല്ലോ. ഇതാണ് എന്തിന്റെ യൂണിറ്റ്? എന്തിന്റെ യൂണിറ്റ്? ഫോഴ്സിന്റെ ആണോ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണോ? ഏതിന്റെ യൂണിറ്റ്? പ്രഷർ. പ്രഷറിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ഓർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പറയാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അല്ലെ? ചില കുട്ടികൾക്ക് മറന്നുപോലെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന്. അപ്പൊ എന്താക്കി, അതിന് വേറെ പേരിട്ട്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് വേറൊരു പേരിട്ട് അല്ലെ? പറയുമ്പോഴത്തേന് സുഖമില്ല എന്നാണ് എന്താക്കി, ഈ പ്രഷറിനെ പറ്റിയിട്ടൊക്കെ പഠിച്ച ഒരു സയന്റിസ്റ്റ് ഉണ്ട്, പാസ്കൽ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ട്, പാസ്കൽ. ആ സയന്റിസ്റ്റിന്റെ പേര് നമുക്ക് ഇട്ടു, പാസ്കൽ. പാസ്കൽ. ഓക്കെ ആണോ? പാസ്കൽ. അപ്പോ പ്രഷറിന്റെ യൂണിറ്റ് അതാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? പാസ്കൽ. കേട്ടോ, അതിന്റെ മറ്റൊരു പേരാണ് പാസ്കൽ. ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദാ ആരൊക്കെ പ്ലാനറ്റോറിയത്ത് പോയിട്ടുണ്ട്? ആരൊക്കെ പ്ലാനറ്റോറിയത്ത് പോയിട്ടുണ്ട്? പോയപ്പോ അവിടെ ഒരു ബെഡ് കണ്ടോ? ഒരു സ്പെഷ്യൽ ബെഡ്. അവിടെ ഒരു ബെഡ് കണ്ടോ? ഒരു കിടന്നുറങ്ങാനുള്ള ഒരു ബെഡൊക്കെ ഉണ്ട് അവിടെ, എല്ലാവർക്കും കിടക്കാനൊക്കെ പറ്റും. കണ്ടണോ? ആ ബെഡിന് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ വീട്ടിലത്തെ ബെഡ് പോലെ അല്ല, ഫുൾ ആണിന്റെ ബെഡാണ്. ആണിനെ കൊണ്ടുള്ള ഒരു ബെഡ് ഉണ്ട്. പ്ലാന്റോറത്ത് പോവാത്തവരൊക്കെ പോയോ കിട്ടോ. ഇപ്പം പ്രവേശിപ്പിക്കണ്ടോ അറിയില്ല, എന്തായാലും ഉണ്ടെങ്കിൽ പോകുമ്പോ നോക്കുക. ഒരു ആണിന്റെ ബെഡ് ഉണ്ട് അവിടെ, ഫുള്ള് വലിയ ആണികൾ നിറച്ചു ആണുള്ള ഒരു ബെഡ് ഉണ്ട്. അപ്പൊ കണ്ടാൽ ചെറിയ കുട്ടികളൊക്കെ പേടിക്കും, അതെന്താണ് ആണിനെ കൊണ്ട് ബെഡ് കിടന്നാ നമ്മളെ മേലെ കൂടി കയറൂലെന്നൊക്കെ. ഒരു പേടിയും വേണ്ട, അത്യാവശ്യം വലിയ ആൾക്കാർ കിടന്നു നോക്കി. വല്ലാണ്ട് ചെറിയ കുട്ടികളെ കിടത്തണ്ട, കുറച്ച് വലിയ ആൾക്കാരെ കിടത്തി നോക്കി, ഒരു കുഴപ്പമുണ്ടാവില്ല, ഒന്നും പറ്റില്ല. ചിലപ്പോ ജസ്റ്റ് അങ്ങനെ കിടക്കുമ്പോ ചെറിയൊരു കുത്തുന്ന പോലെ വേദന തോന്നും, പക്ഷെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തളച്ച് കയറുന്നില്ല കേട്ടോ, പേടിക്കണ്ട. അപ്പൊ അതെന്താ സംഭവം? എന്തുകൊണ്ടാണ് ആണി തുറച്ച്? ഓ, നിങ്ങൾക്കൊക്കെ കിടക്കാം, സ്വത്ത് കിടക്കാം, പോയി കിടന്നു നോക്ക് കേട്ടോ. ഇനി പോകുമ്പോ നോക്കാം, അവിടെ ഉണ്ട് നെയിൽ ഓഫ് ഡെത്ത്, എന്താ ബെഡ് ഓഫ് ഡെത്തോ ബെഡ് ഓഫ് നെയിൽ അങ്ങനത്തെ ഒരു പേരിലുണ്ട് അവിടെ, കിടന്നു നോക്ക് കേട്ടോ. സിമ്പിൾ വർക്കിംഗ് ആ. നമ്മളിപ്പോ പഠിച്ചല്ലോ ഏരിയ കൂടുമ്പോൾ. നമ്മളിപ്പോ എന്താ പഠിച്ചേ? ഏരിയ കൂടുമ്പോ പ്രഷറിന് എന്താ സംഭവിക്കുക? ഏരിയ കൂടുമ്പോ പ്രഷറിന് എന്താ സംഭവിക്കുക? പ്രഷർ കുറയോ കൂടുവോ? പ്രഷർ കുറയും. കൂടും. കൂടുവോ? നമ്മളിപ്പോ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ഏരിയ കൂടുമ്പോ പ്രഷർ കുറയാ ചെയ്യാം. തല കുത്തനാണ് ബന്ധം. ഏരിയ കൂടുമ്പോ പ്രഷർ കുറയാ ചെയ്യാം ആണല്ലോ. ഇനി ആലോചിച്ച് നോക്ക്, ഇതെങ്ങനെ അതിൽ കിടക്കാൻ സാധിക്കുന്നേ? നിങ്ങൾ വെറുതെ ഒരു ആണി എടുക്കുക, നിങ്ങൾ ചെയ്ത് നോക്കണ്ട, ഒന്ന് ആലോചിച്ച് നോക്ക്. വെറുതെ ഒരു ആണി നിലത്ത് വെച്ച്, എന്നിട്ട് അതിന്റെ മുകളിൽ നിങ്ങളെ കാല് വെച്ച് നോക്ക്. നിങ്ങളെ കാലിന്റെ ഉള്ളിലോട്ട് ആണി കയറും, ഉറപ്പാണ്, ഒരു ആണിയൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇവിടെ എന്താ സംഭവം? ഇത്രയും ആണിന്റെ ആയിട്ട് നമ്മളെ മേലുകൂടി കയറാത്ത എന്താ? ആലോചിച്ച് നോക്ക്. നമ്മൾ കിടക്കുമ്പോ നമ്മൾ എന്ത് കൂടി? ഏരിയ കൂടിയില്ലേ? നമ്മുടെ വലിയൊരു ഏരിയയിലല്ലേ കിടക്കണേ, കൂടിയില്ലേ? അല്ലെ? നമ്മൾ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? വലിയ ഏരിയയിലെ സംഭവിച്ചില്ലേ? അപ്പൊ എന്താവും? പ്രഷർ കുറയും. പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോ എന്താ സംഭവിക്കും? നമ്മളെ ഉള്ളുകൂടി ആണി കയറൂല. പ്രഷർ കൂടുമ്പോഴാണ് ശരിക്കും ആണി ഉള്ളുകൂടി കയറുക. പ്രഷർ കൂടുമായിരുന്നു അപ്പോ ഏരിയ കുറയുമ്പോ, തലകുത്തനെ പ്രഷർ കൂടുമായിരുന്നപ്പോ ഏരിയ കുറയുമ്പോ. അപ്പൊ നമ്മള് 1-2 ആണിന്റെ മുകളിൽ കിടക്കുമ്പോ നമ്മളെ ഉള്ളുകൂടി ആണി കയറും. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കണ്ട കേട്ടോ, വീട്ടിൽ പോയി ചെയ്ത് നോക്കണ്ട. 1-2 അല്ലെ 3-4 ആണി വെച്ചിട്ട് അതിന്റെ മുകളിൽ കിടന്നു നോക്കി, നിങ്ങളുടെ ഉള്ളുകൂടി കയറിപ്പോകും. പക്ഷെ ഇത്രയും വലിയ ആണിന്റെ മുകളിൽ നിങ്ങൾ പരന്ന് കിടക്കുമ്പോ എന്താ സംഭവിക്കുക? ഏരിയ നല്ലോണം കൂടും, അപ്പൊ പ്രഷർ കുറയും. ഇതാട്ടെ അതിന്റെ ഐഡിയ. സിമ്പിൾ ആണല്ലോ, സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി പോകുമ്പോ എന്തായാലും ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ, ചെയ്തോ. എന്തായാലും ഇതിൽ കിടന്നു നോക്കാം കേട്ടോ. കുട്ടികൾക്ക് ആദ്യം കാണുമ്പോ പേടിയൊക്കെ ഉണ്ടാവും, ചില ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ഒരു കുഴപ്പമില്ല അല്ലെ? ചാടി കയറൊന്നും വേണ്ട, മെല്ലെ. ആണി എന്താണ് കേട്ടില്ല? ഓ, സാറ് കിടന്നിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോ പലർക്കും പേടിയൊക്കെ ആദ്യം.
ചാട്ടി അതിന്റെ മുകളിൽ നിൽക്കൊന്നും വേണ്ട, പതുക്കെ അതിന്റെ മുകളിൽ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ പതുക്കെ കിടക്കാം. ഓക്കെ, അങ്ങനെ കിടന്നാല് നിങ്ങളെ മേലെന്ന് ചിലപ്പോ കിടന്നിട്ട് ഒരു അടയാളം കൈകൾ ഇങ്ങനെ കുറെ കുത്തി അടയാളങ്ങൾ ഇങ്ങനെ ബാക്കിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് കിടക്കുമ്പോൾ ചെറിയൊരു എന്തൊരു വേദന പോലെ ചെറുതായി തോന്നുക, ആണിന്റെ ഒരു അറ്റുള്ളതുകൊണ്ട്. പക്ഷെ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. കിടന്നോക്ക്, ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇനി നിങ്ങൾ കണ്ടണോ ചളി കൂടിയ നിങ്ങളെ കാറൊക്കെ ചളി കൂടിയ പോകും. നല്ല ചളി കൂടിയ കാറിന് പോകാൻ പറ്റുമോ? അല്ലെ ബൈക്കിന് പോകാൻ പറ്റുമോ? സൈക്കിളിന് പോകാൻ പറ്റുമോ? ഇല്ല, പോവാനേ പറ്റൂല. പക്ഷെ ആർക്ക് പറ്റുമോ അറിയോ? ഇതുപോലത്തെ ടാങ്കുകൾക്ക് പറ്റും. ടാങ്കിന്റെ ചക്രം കണ്ടോ നിങ്ങള്? കുറെ ടയർ ഉണ്ട് ഉണ്ടാവും, കുറെ ടയർ ഉണ്ട്. അവിടെയൊക്കെ ടയർ ഉണ്ട്. ഒരു ടയർ, 2, 3, 4, 5 അപ്പുറത്തും അല്ലെ കുറെ ടയറൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ചുറ്റും ഒരു ബെൽറ്റ് ഉണ്ടോ നിങ്ങള്? ഇങ്ങനെ ഒരു ബെൽറ്റ് കണ്ടില്ലേ? ആ ബെൽറ്റ് എന്തിനായിരിക്കും? അതും ഏരിയയും പ്രഷറും തമ്മിലുള്ള ബന്ധം ആരാ പറയാ? ആർക്കാ ബുദ്ധിയുള്ള നോക്കട്ടെ. ചളി കൂടി പോവാൻ എങ്ങനെയാണ് ഈ ബെൽറ്റ് സഹായിക്കുന്നത്? ഏരിയയും പ്രഷറും തമ്മിലുള്ള ബന്ധമാണ്. ടയർ ആക്കിയാ പോരെ, എന്തിനാ ബെൽറ്റ് ആക്കി? ടയർ ഏരിയ കുറവാണ്. ബെൽറ്റ് ഇടുമ്പോ ഏരിയ കുറവാണ് അല്ലെ? ടയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഏരിയ കുറയും. ഏരിയ കുറയുമ്പോ എന്ത് കൂടും? പ്രഷർ കൂടും. അപ്പോ ടയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ചളി കൂടി പോകും, താഴത്തേക്കുള്ള പ്രഷർ കൂടും. താഴത്തേക്ക് പ്രഷർ കൂടുമ്പോ എന്തായി പോവും? അല്ലെ, കുഴിഞ്ഞു പോകും അല്ലെ? ചളി ഉള്ളതൊക്കെ ആണെങ്കിൽ താഴത്തേക്ക് പോയി പോകും അല്ലെ? അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടി, ഇതെല്ലാം നമുക്ക് വേണ്ടി അല്ലെ? ചളി കൂടെ പോവാന് ഇത് പോരാ. ചളി കൂടെ പോവാൻ പ്രഷർ കൂടിയാല് ചളി കൂടെ പോകില്ല, താഴത്തേക്ക് കുഴിഞ്ഞു പോകും. അപ്പൊ എന്താക്കും? ബെൽറ്റ് ഇടുമ്പോ എന്ത് സംഭവിക്കും? ഏരിയ കുറയും. ബെൽറ്റ് ഇടുമ്പോ ഏരിയ കൂടും. പിന്നെ തെറ്റിച്ചോ? ഏരിയ ഇടുമ്പോ ബെൽറ്റ് കൂടും. അപ്പൊ പ്രഷർ കുറയും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചളി കൂടിയൊക്കെ പോവാൻ പറ്റും. ഓക്കെ, ചളി കൂടിയ പോവാൻ പറ്റും. സിമ്പിൾ ആണല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് ആണല്ലോ. ഇനി ആലോചിച്ച് നോക്ക്, എന്താണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ കത്തിണ്ടല്ലോ, കത്തിന്റെ അറ്റം എങ്ങനെയാ? ഷാർപ്പാ അല്ലെ? എന്തിനാ ഷാർപ്പാക്കി? അതും ഏരിയയും പ്രഷറും ബന്ധം ആലോചിച്ച് നോക്ക്. എന്തിനാണ് കത്തിന്റെ അറ്റം ഷാർപ്പാക്കുന്ന? പരത്തി ഉണ്ടാക്കിയാ പോരെ, ഏരിയ കൂട്ടി ഉണ്ടാക്കിയാ പോരെ? ഏരിയ കുറയുമ്പോ പ്രഷർ കൂടും. ഏരിയ കുറയുമ്പോ പ്രഷർ കൂടും. തന്നെ സാധനം അല്ലെ? ഷാർപ്പ് എഡ്ജ് ആക്കുന്ന എന്തിനാണ്? ഏരിയ കുറയ്ക്കാനാ കൂട്ടാനാ ഷാർപ്പ് എഡ്ജ് ആക്കുന്ന? ഏരിയ കുറയ്ക്കാൻ. ഏരിയ കുറയുമ്പോ പ്രഷർ കൂടും ആണല്ലോ. കത്തി മൂർച്ച പോയ നിങ്ങൾ എന്താ ചെയ്യല്? ഉമ്മമാരെ വേറെന്താ എന്താ ചെയ്യല്? ഒരച്ചിട്ട് മൂർച്ച കൂട്ടും അല്ലെ? മൂർച്ച കൂട്ട് എന്താ ചെയ്യുന്നത്? ശരിക്കും ഏരിയ കുറയ്ക്കുകയാണ്. ഏരിയ പിന്നെയും കുറയ്ക്കാൻ ശ്രമിക്കില്ല, സൈഡുകളൊക്കെ വരച്ച് ഏരിയ കുറയ്ക്കും. അപ്പൊ ഏരിയ കുറയ്ക്കുമ്പോൾ പ്രഷർ കൂടും. ഓക്കെ ആണോ? ഇനി മറ്റൊന്ന്, ബിൽഡിങ്ങിന്റെ തറങ്ങൾ കണ്ടിണോ അല്ലെ? നിങ്ങൾ എവിടെങ്കിലും കണ്ടിണോ ഒരു 10 നില ബിൽഡിങ് ചെറിയ തറ, അടിഭാഗം ചെറുത്? എവിടെ കണ്ടിണോ നിങ്ങള്? വളരെ ചെറുത് ഉണ്ടോ? ബുർജ് ഖലീഫന്റെ ചിത്രം കണ്ടില്ല നിങ്ങള്? ബുർജ് ഖലീഫ ഷേപ്പ് എങ്ങനെ? അടി ഭയങ്കര വലുതാ, അടി ഭയങ്കര വലുതാ. മുകളിലോട്ട് ഇങ്ങനെ ചെറുതായി പോകും. എന്തിനാ? ആദ്യം അടിയിൽ നിന്ന് ചെറുതാക്കിയാ പോരെ? ആദ്യം തന്നെ അടി ചെറുതാക്കിയാ പോരേനോ? അങ്ങനെ ഉണ്ടാക്കിയാ പോരേനോ അല്ലെ? അങ്ങനെയൊക്കെ തോന്നും, കുറെ സിമെന്റ് ലാഭമല്ലേന്ന് നോക്കി. പക്ഷെ എന്താ? ഏരിയയും പ്രഷറും തമ്മിൽ ആലോചിച്ച് നോക്ക്. ഏരിയയും പ്രഷറുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്ക്. ഏരിയ കൂടുന്തോറും പ്രഷർ കുറയും. അപ്പോ ബിൽഡിങ്ങിന് കൂടുതൽ ഉറപ്പുണ്ടാവും, താഴത്തേക്കുള്ള പ്രഷർ കുറയും. അപ്പൊ ഏരിയ അടിയത്തെ തറ വലുതാക്കി ഉണ്ടാക്കാണ്ടാകാൻ അല്ലെ? അത് കണ്ടിട്ടുണ്ടാവും. വീട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കട്ടെ. ഇനി തറ നല്ല വീതി ഉണ്ടാവും, ശ്രദ്ധിച്ചോ? വീടിനെക്കാട്ടിയും കുറച്ച് വീതി തറക്ക് കൂടുതലും ഉണ്ടാവും, ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു നോക്കട്ടോ. നിങ്ങളെ തറ വീടിനെക്കാട്ടി കുറച്ച് വീതി ഉണ്ടാവും, ശ്രദ്ധിച്ചു നോക്കട്ടോ. ഇനി അതെന്തിനാ? തന്നെ ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പൊ ബിൽഡിങ്ങിന് നല്ല ഉറപ്പ് വരും, പ്രഷർ കുറയാൻ വേണ്ടി ബിൽഡിങ്ങിന്. ഓക്കെ ആണോ? പിന്നെ ടാങ്കിന്റെ നമ്മൾ ഓൾറെഡി ബിൽഡിംഗ് ബേസ്മെന്റിന് എന്താണ്? എന്തിനാണ് തറ വീതി കൂട്ടുന്നത് വെച്ചാൽ ഏരിയ കൂട്ടാൻ. തറ ഏരിയ കൂട്ടാൻ. ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. പ്രഷർ കുറയും. പ്രഷർ കുറയാന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡിങ്ങിന്റെ പ്രഷർ, താഴത്തേക്കുള്ള പ്രഷർ കുറയാന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന് വലിയ കുഴപ്പമൊന്നുമില്ല. പ്രഷർ കൂടുമ്പോൾ എന്തായി പോകും? ബിൽഡിങ് പൊളിഞ്ഞു പോലെ.
താഴത്തേക്കുള്ള പ്രഷർ കൂടുമ്പോൾ ബിൽഡിംഗ് പൊളിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളെ വീടിന്റെ തറൊക്കെ ഒന്ന് നോക്കി നോക്കുക ക്ലാസ് കഴിഞ്ഞ്. വീടിനെക്കാട്ടിയും കുറച്ചും കൂടി വീതിയൊക്കെ ഉണ്ടാവും അല്ലെ. എപ്പോഴും വീട് ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ല വലിയ തറ ഇടാൻ ശ്രമിക്കും. പിന്നെ സ്വിങ് നീഡിൽ എന്തിനാ, സൂചിക്കും ഷാർപ്പ് ടിപ്പ് നേരത്തെ പറഞ്ഞ ഏരിയ കുറയ്ക്കാൻ, കത്തിന്റെ തന്നെ അല്ലെ. ഏരിയ കുറയുമ്പോ എന്ത് കൂടും, സോറി ഏരിയ കുറയുമ്പോ പ്രഷർ കൂടും. ഓക്കെ ആണോ? ഇനി സംഭവം സിമ്പിൾ, അടുത്ത ഭാഗങ്ങൾക്ക് സിമ്പിൾ. അപ്പൊ പ്രഷർ എന്താ മനസ്സിലായല്ലോ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രസ്റ്റ് ബൈ ഏരിയ. പ്രഷർ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ പ്രഷർ ആണല്ലോ. ഇനി അത് ലിക്വിഡിന്റെ കേസ് ആകുമ്പോ അതിനെന്ത് പറയും, നമ്മള് ലിക്വിഡ് പ്രഷർ. ഇപ്പൊ നമ്മള് ജനറൽ ആയിട്ടുള്ള പ്രഷർ പഠിച്ച, ജനറൽ ആയിട്ടുള്ള പ്രഷർ നമ്മൾ പഠിച്ച്. ഇനി ലിക്വിഡ്സിന്റെ കേസ് മാത്രം എന്താവും, ലിക്വിഡ് പ്രഷർ. പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും വേണ്ട അല്ലെ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും, ഇതാ, ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ് കോളം, അല്ല അതല്ല, ഇതാ രണ്ടാമത്തെ, ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഈസ് ലിക്വിഡ് പ്രഷർ അല്ലെ. തൊട്ടുമുമ്പ് നിങ്ങൾ എന്താ പഠിച്ചതാ, ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അതിനാണ് നമ്മൾ എന്ത് വിളിച്ച്, വെറും പ്രഷർ എന്ന് വിളിച്ചത്. അത് ലിക്വിഡ് ആകുമ്പോ എന്താവും, ലിക്വിഡ് പ്രഷർ. ഞാൻ അടുത്ത എയർ പഠിക്കാനുണ്ട്, അടുത്ത എയർ പ്രഷർ പഠിക്കാനുണ്ട്. അപ്പൊ എന്ത് മാറും, ബൈ എയർ ഈസ് എയർ പ്രഷർ. സിമ്പിൾ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് ത്രസ്റ്റ്, വെറും ത്രസ്റ്റ് പെർ ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, വെറും പ്രഷർ. അതൊരു ലിക്വിഡിന്റെ മുകളിലാണെങ്കിലോ, ബൈ എ ലിക്വിഡ് ആണെങ്കിൽ അതിനെന്ത് വിളിക്കും, ലിക്വിഡ് പ്രഷർ എന്ന് വിളിക്കും. ഞാൻ അടുത്ത ഒരു ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്, ഇത് അവിടെ ഉണ്ട്, എയർ പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓർ എയർ പ്രഷർ പഠിക്കാനുണ്ട്. അതെന്തായിരിക്കും, ഇതന്നെ സാധനം ലിക്വിഡിന് വരെ എന്താവും, എയർ ആവും. സംഭവം സിമ്പിൾ. അപ്പൊ മനസ്സിലാക്കേണ്ട എത്രയാണ്, ഈ വെറും സോളിഡ്സിന് മാത്രം എന്തില്ല പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുക, ലിക്വിഡ്സിനും പറ്റും എയറിനും പറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം കേട്ടോ, അടുത്ത ക്ലാസ്സിലായിട്ട്. അപ്പൊ ബലൂൺ നിറയ്ക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. ബലൂൺ നിറയ്ക്കുന്നതൊക്കെ നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എയർ നിറയ്ക്കുമ്പോൾ അവിടെ പ്രഷർ കൂടുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ശരി, ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ശരി, അടുത്ത ക്ലാസ്സോടുകൂടി ചാപ്റ്റർ തരും കേട്ടോ. ശരി, എന്നാലും നമുക്ക് അടുത്ത ക്ലാസ് കാണാം കേട്ടോ. ഒരു മിനിറ്റ്, ലെഫ്റ്റ് റെക്കോർഡ് ക്ലാസ് ഒന്ന് അയച്ചു തരണം കേട്ടോ. റെക്കോർഡ് ക്ലാസ് എന്തായാലും ഇന്നത്തെ യൂട്യൂബിൽ ഇപ്പം തന്നെ ഇട്ട് തരാം കേട്ടോ. ഒരു മിനിറ്റ് പോവല്ലേ, ലെഫ്റ്റ് അടിക്കല്ലേ. സാർ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്താട്ടെ. ലേറ്റ് ആയി വന്നവരെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് അടിച്ചോ. സാറ് പറയാം, എന്നിട്ട് ലെഫ്റ്റ് അടിച്ചോ. ഓക്കെ, ശരി, എന്നാല് ലെഫ്റ്റ് അടിച്ചോ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സാർ.